ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മുദ്രാവാക്യവുമായാണ് ഈ കേരള യാത്ര കേരളത്തിന്റെ മണ്ണിലൂടെ അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ട് കടന്നു വരുന്നത്. മനുഷ്യർക്കൊപ്പം എന്ന അമേയമായ പ്രമേയം മനുഷ്യനെ പറ്റി ചർച്ച ചെയ്യുന്ന, മനുഷ്യന്റെ വിവിധ ആവശ്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന, ആധുനിക കാലഘട്ടത്തിൽ അരികവൽക്കരിക്കപ്പെട്ടവരും അസമത്വം നേരിടുന്നവരും അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുകയും പഠിക്കുകയും ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അങ്ങ് കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും സമാരംഭം കുറിച്ച യാത്ര കാസർഗോഡ് ചർച്ച ചെയ്യുന്നത് കാസർഗോഡിന്റെ മെഡിക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നുവെങ്കിൽ വയനാട്ടിൽ വന്യജീവികൾ കൊണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വയനാടിന്റെ മണ്ണിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഓരോ ഭൂപ്രകൃതിയിലും അവിടുത്തെ മനുഷ്യന്മാർ നേരിടുന്ന ഓരോ ജീവൻസിദ്ധ പ്രശ്നങ്ങളെ പറ്റിയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യർക്കൊപ്പം എന്ന അതിമഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പാൽക്കടലാക്കിക്കൊണ്ട് 10,000ങ്ങളുടെ അകമ്പടിയോടുകൂടി കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും അനന്തപുരിയുടെ മണ്ണിലേക്ക് ഈ കേരള യാത്ര അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം, സമസ്ത എന്ന പ്രസ്ഥാനം അതിന്റെ ഒരു നൂറ്റാണ്ടുകാലം പൂർത്തിയാക്കുകയാണ്. ആ നൂറ്റാണ്ടുകാലം പൂർത്തിയാക്കുമ്പോൾ മനുഷ്യർക്ക് ആകമാനം കരുതലും കരുണയും സേവനവും ഉന്നതിയുമേകുവാൻ അവിശ്രമം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമസ്തയുടെ കീഴ്ഘടകങ്ങളായ മുസ്ലിം ജമാഅത്താണ് ഈ സന്ദേശയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ചുറ്റുമുള്ളവർക്ക് സാന്ത്വനമേകുക എന്ന പ്രസ്ഥാനത്തിന്റെ മുദ്രാഗീതവുമായിട്ടാണ് ഈ പ്രസ്ഥാനം ഈ യാത്രയുമായി മുന്നോട്ട് ഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഈ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി മനുഷ്യരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംഘടന ചെയ്ത നിരവധി ജീവശുദ്ധ പ്രവർത്തനങ്ങളുണ്ട്. മനുഷ്യരുടെ ജീവനും ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന നൂറുകണക്കിന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് വിവിധങ്ങളായ ഉദാഹരണങ്ങളുണ്ട്. ഈ കേരള സംസ്ഥാനത്തിലുള്ള വിവിധ ജില്ലാ ആശുപത്രികളിൽ കോവിഡിന്റെ മഹാമാരിയിൽ മനുഷ്യൻ ഓക്സിജന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഓക്സിജൻ കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ 3 കോടി രൂപ ചെലവഴിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണം സാധിച്ചു. അതോടൊപ്പം തന്നെ ഓരോ വർഷവും 10,000-ൽ പരം വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് മെഡിക്കൽ കാർഡുകൾ നൽകിക്കൊണ്ട് ദിവസവും RCC ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ കടന്നു വരുന്ന മനുഷ്യർക്ക് 300-ലേറെ മനുഷ്യന്മാർക്ക് വീട്ടുകാർക്കും സൗജന്യമായ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങളുമായി ഈ സംഘം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ കവളപ്പാറയിലും പുത്തുമലയിലും ഈ അവസാനം ചൂരൽമലയിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ അവശത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട്, ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തനവുമായി മുന്നോട്ട് പോയത് കേരള മുസ്ലിം ജമാഅത്തിന്റെയും SYSന്റെയും SSFന്റെയും കരുത്തരായ പ്രവർത്തകരായിരുന്നു. ആ മുദ്രാവാക്യമാണ് ഈ കേരള മുസ്ലിം ജമാഅത്ത് മനുഷ്യർക്കൊപ്പം എന്ന അതിമഹത്തായ മുദ്രാവാക്യവുമായി ഈ ജനസഹസ്രങ്ങളെ അനന്തപുരിയുടെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മുന്നോട്ട് പ്രയാണത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നത്. ഈ സഹസ്രങ്ങൾ അനന്തപുരിയുടെ മണ്ണിൽ ഈ വരുന്ന 16-ാം തീയതി ജനുവരി 16-ാം തീയതി ഒത്തുകൂടുമ്പോൾ 10,000 തൂവള്ള കടൽ പോലെ അനന്തപുരിയുടെ മണ്ണിൽ പുത്തരിക്കണ്ടം മൈതാനിയെ പുളകം കൊള്ളിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും ആ കണ്ണിയാകുവാൻ വേണ്ടി ജില്ലാ പ്രചരണ യാത്രയിലൂടെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ ജില്ലാ പ്രചരണ യാത്ര ഈ പാരിപ്പള്ളിയുടെ മഹത്തായ മതേതരത്വത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ആ പ്രമേയ പ്രഭാഷണം നടത്തുന്നതിന് ഈ ജില്ലാ പ്രചരണ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുവന്തരായ ഉസ്താദ് ശരീഫ് സഖാഫി അവർകളെ സ്നേഹ ആദരപൂർവ്വം ഇതിന് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായ സ്നേഹജനങ്ങൾക്ക് പ്രസ്ഥാനത്തിന്റെ അഭിവാദനങ്ങൾ. ഒരു നൂറ്റാണ്ട് പിന്നിട്ട മഹത്തായ സമസ്ത എന്ന പ്രസ്ഥാനം അതിൻ്റെ അജയ്യനായ അമരക്കാരൻ 90 പിന്നിട്ട വയോധികനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ ഉലമ കാന്തപുരമേ പേരിൽ മുസ്ലിയാർ മുന്നോട്ട് വയ്ക്കുന്ന അതുല്യമായ പ്രമേയമാണ് കേരള യാത്ര എന്ന ശൈഖുനയുടെ 3-ാം യാത്രയിൽ ശ്രദ്ധേയമാകുന്നു. മനുഷ്യത്വം മരീചിതയാകുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ
മനുഷ്യൻ മതിമറന്നുകൊണ്ട് മനുഷ്യനെ മൃഗീയമായി അടിച്ചു കൊല്ലുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ മനുഷ്യരെ നിങ്ങൾ മാനസിക ഗുണങ്ങളുള്ളവരാകണം. ഏതെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി മനുഷ്യനെ തെച്ചുകൊല്ലുന്നത് മൃഗീയതയാണ്. അല്ല, മൃഗീയതയേക്കാൾ തരം താഴ്ന്ന പ്രവണതയാണ്. മനുഷ്യരാശിക്ക് മണ്ണിനും വിണ്ണിനും അനുകൂലമായ പ്രവർത്തനങ്ങളിൽ മനുഷ്യരെ നിങ്ങൾ കൂട്ടാവണമെന്ന ഒരു വലിയ മുദ്രാവാക്യവുമായാണ് ഒന്നരായ 90 പിന്നിട്ട ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള യാത്ര പ്രയാണം തുടങ്ങിയത്. വിവിധ ജില്ലകൾ താണ്ടി 16-ന് അസ്തമയാർക്കരെ സാക്ഷി നിർത്തി അനന്തപുരിയിൽ ശുഭ്രസാഗരം തീർക്കുമ്പോൾ അതൊരു കണ്ണിയാകാൻ ഇന്നാട്ടിലെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടിയാണ് മഹത്തായ ഈ പ്രചരണ റാലി ഇവിടെ എത്തിയിട്ടുള്ളത്. നാം ചിന്തിക്കണം, മനുഷ്യന് വേണ്ടിയാണ് നമ്മുടെ മണ്ണ് തയ്യാറാക്കിയിട്ടുള്ളത്. മനുഷ്യന് വേണ്ടിയാണ് സൂര്യനും ചന്ദ്രനും കടലും കടലാടിയും ഒക്കെ ജഗദീശ്വരൻ സംവിധാനിച്ചിട്ടുള്ളത്. അതൊക്കെ മനുഷ്യന് ഗുണമായി അനുവർത്തിക്കുമ്പോഴാണ് മാനുഷിക മൂല്യമുള്ളവരായി മനുഷ്യത്വം പ്രാപിക്കുക. അത്തരത്തിൽ മാനുഷിക മൂല്യങ്ങളെ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്ന പ്രസ്ഥാനമാണ് 100 പിന്നിട്ട മഹത്തായ ഈ സമസ്ത എന്ന സംഘടന. എന്റെ പ്രിയമുള്ള എന്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരിക്കലും 100 പിന്നിട്ട ഈ സംഘടനയിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ, ഏതെങ്കിലും ഒരു വക്താവിനെ മനുഷ്യരാശിക്ക് കേടാകുന്ന ഒരു പ്രവർത്തനത്തിന് പിടിക്കപ്പെട്ടതായി എങ്ങും കാണാൻ കഴിയില്ല. ഒരു പെറ്റിക്കേസ് പോലും ഉള്ളതായി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സംഘടനയുടെ പ്രവർത്തകരെ ഇതുവരെ ഒരു മീഡിയയിലും വന്നിട്ടില്ല. അങ്ങനെ ശ്രദ്ധേയമായ ഒരു തരത്തിലും ഒരു മനുഷ്യരാശിക്ക് നിരക്കാത്ത ജീവകാരുണ്യ പ്രവർത്തനത്തിന് തരംഗം വെക്കുന്ന പ്രവർത്തനത്തിന് ഭാഗഭാക്കായിട്ടില്ല എന്ന് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഗ്രേഡ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യനായി കണ്ട് മനുഷ്യത്വം ഭൂമിയിൽ വിതറുന്ന, ഭൂമിയിൽ നടമാടുന്ന പ്രവർത്തനത്തിന് ആക്കം കൂട്ടുകയാണ് 90 പിന്നിട്ട വന്യവയോധികരായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത എന്ന മഹാപ്രസ്ഥാനവും. الراحمون يرحمهم الرحمن يرحموا من في الارض يرحمكم من في السماء. ഓ മനുഷ്യരെ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന ആദരവായ മുത്തുനബിയുടെ ഏറ്റവും ഉദാത്തമായ വാക്യം ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനുപയുക്തമായ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കൊറോണ മഹാമാരി വിതച്ച കാലഘട്ടത്തിൽ ജനങ്ങൾ വിരങ്ങലിച്ചു നിൽക്കുമ്പോൾ സ്വന്തം പിതാവിന്റെയും മാതാവിന്റെയും മൃതദേഹം മുന്നിൽ വെച്ചുകൊണ്ട് അസ്തപ്രജ്ഞരായ അന്തം വിട്ടു നിൽക്കുന്നവരുടെ മുന്നിൽ സാന്ത്വന പ്രവർത്തകരായ SISന്റെ വളണ്ടിയർമാർ കടന്നു വരികയാണ്. ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ ആ മൃതദേഹം നല്ലവണ്ണം സംസ്കരിക്കുന്ന പ്രവണത നാം കണ്ടതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട നമ്മുടെ കേരള ജനതയ്ക്ക് താങ്ങുന്നതുമായി, അതേ അന്നവും ആഹാരവുമായി, വെള്ളവും പരിചരണവുമായി ഈ സാന്ത്വന സേവന പ്രവർത്തകർ കടന്നു വന്നത് നാം മറന്നിട്ടില്ല. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഭാഗമാക്കാൻ, ദൂരം നോക്കിക്കാണാൻ, നിങ്ങൾക്ക് ഇതിൽ അംഗമാകാൻ, അതേ കാന്തപുരത്തെ കേൾക്കാൻ, കാന്തപുരത്തിന്റെ മനുഷ്യത്വം എന്ന പ്രമേയത്തിൽ ഭാഗമാക്കാവാൻ നിങ്ങളെ ഒരു വേള കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.